മുടി വെറും മുടിയല്ലെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുരാതന ഭാരതത്തിൽ ഒരു സ്ത്രീയുടെ മുടി എന്നത് അവളുടെ സൗന്ദര്യം മാത്രമല്ല, മറിച്ച് അവളുടെ ശക്തിയും ഓർമ്മശക്തിയും ആത്മീയ ഊർജ്ജവും അവളുടെ ഭാഗ്യത്തിന്റെ തന്നെ കണ്ണാടിയുമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു സ്ത്രീയുടെ മുടിയിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ അവൾക്കു മുന്നിൽ തലകുനിക്കുമെന്ന് പഴമക്കാർ പറയുന്നു. എന്നാൽ ആ മുടി മുറിക്കപ്പെട്ടാലോ, പൊട്ടിപ്പോയാലോ, തെറ്റായ കൈകളിൽ അകപ്പെട്ടാലോ അവളുടെ വിധി വരെ മാറിമറിയാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആധുനിക ലോകം മറന്നുപോയ, എന്നാൽ പുരാതന ഭാരതത്തിലെ സ്ത്രീകൾ ജീവനേക്കാൾ വില കൽപ്പിച്ച ആ വലിയ രഹസ്യത്തെക്കുറിച്ചാണ്. മുടി വെറും മുടിയല്ല, അതൊരു ചരിത്രമാണ്, അവളുടെ അടയാളമാണ്, അവളുടെ തേജസ്സാണ്, അവളുടെ വിക്രമമാണ്, പലപ്പോഴും അവളുടെ മര്യാദയുമാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മറ്റൊരു വീഡിയോയിലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. പുരാണങ്ങളും നാടോടിക്കഥകളും രഹസ്യഗ്രന്ഥങ്ങളും ഒളിപ്പിച്ചുവെച്ച രഹസ്യങ്ങളുടെ ഒരു പരമ്പരയും. അതറിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുടിയെ വെറും മുടിയായി കാണാതെ അതൊരു ശക്തിയേറിയ ഊർജ്ജസ്രോതസ്സായി കാണാൻ തുടങ്ങുന്ന സത്യങ്ങളും. തുടങ്ങുന്നതിനു മുൻപ് നീളമുള്ള മുടിയുടെ യഥാർത്ഥ രഹസ്യം അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇന്നത്തെ ഈ സത്യം നിങ്ങളുടെ ചിന്തകളുടെ അടിത്തറ ഇളക്കും. നാഗരികതകളുടെ ഭൂമിയായ ഭാരതത്തിൽ ഓരോ കാര്യത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. മുടിയും അങ്ങനെ തന്നെ. ഇന്നത്തെ ലോകം മുടിയെ ഒരു സ്റ്റൈൽ മാത്രമായി കാണുന്നുണ്ടാകാം, പക്ഷെ പണ്ട് അതങ്ങനെയല്ലായിരുന്നു. പുരാതന ഭാരതത്തിലെ സ്ത്രീകൾ എന്തിന് മുടി അഴിച്ചിട്ടിരുന്നില്ല? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ മുടി അഴിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒരു മുന്നറിയിപ്പായിട്ടാണ് കണ്ടിരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ട്? ഭാരതീയ ദർശനമനുസരിച്ച് മുടി മനസ്സിന്റെ ഊർജ്ജത്തെ വലിച്ചെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. മുടി അഴിച്ചിട്ടാൽ ആ സ്ത്രീയുടെ ഊർജ്ജം, അവളുടെ തേജസ്, വികാരങ്ങൾ, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയെല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോകും എന്നതായിരുന്നു അർത്ഥം. അതുകൊണ്ടാണ് പുരാതന സ്ത്രീകൾ പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം മുടി അഴിച്ചിട്ടിരുന്നത്. ഉദാഹരണത്തിന് ധ്യാനിക്കുമ്പോഴോ, കഠിനമായ വ്രതങ്ങളിലോ, അല്ലെങ്കിൽ അദൃശ്യശക്തികളെ ഉണർത്താനോ മാത്രം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. സ്ത്രീകളുടെ നീളമുള്ള മുടിയിൽ ഒരു പ്രത്യേക പ്രാണ ഊർജ്ജ മണ്ഡലം രൂപപ്പെടുന്നുണ്ടെന്ന് ഭാരതീയ പുരാണങ്ങളിൽ പറയുന്നു. ഇത് അവരുടെ ഇൻഡ്യൂഷൻ, ഓർമ്മശക്തി, വിൽ പവർ, ഫെർട്ടിലിറ്റി, പലപ്പോഴും ദൈവിക ബന്ധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾ ജന്മനാ തന്നെ നീളമുള്ള ഇടതൂർന്ന മുടിയുമായി ജനിക്കുന്നത്? ഇത് വെറും ജീനുകളുടെ കാര്യമല്ല. സാധാരണക്കാർക്ക് ലഭ്യമല്ലാത്ത ഭാരതത്തിലെ ഗുഹ്യശാസ്ത്രങ്ങളിൽ പറയുന്നത് ഇതാണ്. നീളമുള്ള മുടിയുമായി ജനിക്കുന്ന ഒരു സ്ത്രീ അവളുടെ മുൻജന്മത്തിലെ സംസ്കാരങ്ങളും സാധനയും തപസ്സും കൂടെ കൊണ്ടുവരുന്നു എന്നാണ്. അതിനർത്ഥം അവളുടെ ആത്മാവ് നേരത്തെ തന്നെ ശക്തമായിരുന്നു. അവളുടെ ഊർജ്ജം നേരത്തെ തന്നെ സംഭരിക്കപ്പെട്ടതാണ്. അവളുടെ മുടി അവളുടെ ആത്മാവിന്റെ വിപുലീകരണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഥകളിൽ മാത്രം കേൾക്കുന്ന പല സാധ്വിമാരുടെയും രാജ്ഞിമാരുടെയും മുടി അസാധാരണമാംവിധം നീളമുള്ളതും ആകർഷകവുമായിരുന്നത്. മുടിയെ ഊർജ്ജത്തിന്റെ കലവറ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? പ്രാചീന വേദശാസ്ത്രം പറയുന്നു, ഊർജ്ജം തലയിലൂടെ പ്രവേശിച്ച് അവിടെ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. മുടി ആ ഊർജ്ജപ്രവാഹത്തെ നിയന്ത്രിക്കുകയും സംഭരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പഴയ ഭാരതീയ സ്ത്രീകൾ മുടിയിൽ എണ്ണ തേച്ചിരുന്നത്. എണ്ണ മുടിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, അത് പ്രാണ ഊർജ്ജത്തെ സീൽ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. സ്ത്രീകൾക്ക് എന്തെങ്കിലും വലിയ ദുരന്തം സംഭവിച്ചാൽ അവരുടെ മുടി വേഗത്തിൽ കൊഴിയുന്നത് ഇതുകൊണ്ടാണ്. കാരണം മുടി വികാരങ്ങളെ വലിച്ചെടുക്കുന്നു, അവയെ പിടിച്ചു നിർത്തുന്നു. ഒരു സ്ത്രീയുടെ മുടി അപരിചിതരായ ആരും തുടരുത് എന്ന് പണ്ട് പറഞ്ഞിരുന്നത് എന്തുകൊണ്ട്? ഇന്ന് നിങ്ങൾ ഇതൊരു തമാശയായി കണ്ടേക്കാം, പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ നിയമം ലക്ഷക്കണക്കിന് സ്ത്രീകളെ സംരക്ഷിച്ചിരുന്നു. കാരണം ഒരു അപരിചിതനായ പുരുഷൻ ഒരു സ്ത്രീയുടെ മുടിയിൽ തൊട്ടാൽ അവന്റെ മാനസിക ഊർജ്ജം അവളുമായി ബന്ധിപ്പിക്കപ്പെടും എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. മുടി തൊടുക എന്നത് അവളുടെ മനസ്സിനെയും വികാരങ്ങളെയും ഓറയെയും തൊടുന്നതുപോലെയാണെന്ന് പല പുരാണങ്ങളിലും പറയുന്നുണ്ട്. അതുകൊണ്ട് മുടിയിൽ സ്പർശിക്കുന്നത് വളരെ പവിത്രമായ, സ്വകാര്യമായ, സുരക്ഷിതമായ ഒരു അവകാശമായി കണക്കാക്കിയിരുന്നു. ഭാരതീയ രാജ്ഞിമാരുടെ മുടിയിൽ ഒളിഞ്ഞിരുന്ന രഹസ്യം എന്തായിരുന്നു? രജപുത്ര, ചോള, പാണ്ഡ്യ, വിജയനഗര സാമ്രാജ്യങ്ങളിലെ രാജ്ഞിമാർ. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പല രാജ്ഞിമാരുടെയും മുടി നിലത്തുമുട്ടുന്നത്ര നീളമുള്ളതായിരുന്നു എന്നാണ്. എന്തിന്? കാരണം രാജകുടുംബത്തിലെ സ്ത്രീകൾ ഒരു പ്രത്യേക ഹെയർ റീയുവൽ പിന്തുടർന്നിരുന്നു. ഇന്നും പല കുടുംബങ്ങളും ഇത് രഹസ്യമായി സൂക്ഷിക്കുന്നു. എന്തായിരുന്നു ആ റീയുവൽ? ഓരോ പൗർണമി ദിവസവും മുടി ചീകുമ്പോൾ ഒരു മന്ത്രം ചൊല്ലുമായിരുന്നു, ഓം സോം സോമായ നമഃ. ഈ മന്ത്രം ചന്ദ്രന്റെ ഊർജ്ജത്തെ ഉണർത്തുന്നു. കാരണം മുടി ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സ്ത്രീകൾ ചന്ദ്രനെപ്പോലെയാണെന്ന് പറയുന്നത്. മാറിക്കൊണ്ടിരിക്കും, പക്ഷെ തിളങ്ങിക്കൊണ്ടിരിക്കും. മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ മുടി അഴിച്ചിട്ടതുകൊണ്ടുള്ള പ്രതികാരം ഇത്ര അപകടകരമായതെന്തുകൊണ്ട്? ആധുനിക ലോകത്തിന് മനസ്സിലാകാത്ത ഭാഗമാണിത്. ദുര്യോധനന്റെയും ദുശാസനന്റെയും രക്തം തന്റെ മുടിയിൽ പുരളാതെ താൻ മുടികെട്ടില്ല എന്ന് ദ്രൗപദി പ്രതിജ്ഞ ചെയ്തു. ഇത് വെറുമൊരു പ്രതികാര ചിന്തയായിരുന്നില്ല.
ഇത് സ്വന്തം സ്ത്രീതേജസ്സിനെ സ്വതന്ത്രമാക്കലായിരുന്നു. അവൾ മുടിയഴിച്ചിട്ടപ്പോൾ തന്റെ ഉള്ളിലെ എനർജി ഫീൽഡ് അവൾ സജീവമാക്കി. ആ ഊർജ്ജമാണ് കൃഷ്ണനെപ്പോലും അവളുടെ രക്ഷയ്ക്കായി വിളിച്ചുവരുത്തിയത്. ആ ഊർജ്ജമാണ് യുദ്ധത്തിന്റെ വിത്തുകൾ പാകിയത്. ഭാരതത്തിൽ പറയപ്പെടുന്നു, ഒരു സ്ത്രീയുടെ മുടി കോപത്തിലഴിഞ്ഞാൽ അവളുടെ കോപം പ്രപഞ്ചത്തെ തന്നെ പിടിച്ചുലയ്ക്കുമെന്ന്. ഇത് വെറും കവിതയല്ല, ഊർജ്ജശാസ്ത്രമാണ്. ഇന്നത്തെ സ്ത്രീകൾക്ക് പഴയകാലത്തെപ്പോലെ ശക്തി തോന്നാത്തത് എന്തുകൊണ്ട്? കാരണം ഇന്ന് 3 കാര്യങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു: മുടിയിലെ പ്രകൃതിദത്തമായ എണ്ണ, സൂര്യപ്രകാശം, ചന്ദ്ര ഊർജ്ജം. പണ്ട് സ്ത്രീകൾ രാവിലെ വെയിലത്തിരിക്കുമായിരുന്നു. ഇത് മുടിക്ക് പ്രാണൻ നൽകി. രാത്രി മുടി നിലാവത്ത് ഉണക്കുമായിരുന്നു. ഇത് മനസ്സിനെ ഇൻഡ്യൂട്ടീവാക്കിയിരുന്നു. ഇന്ന് വെയിലില്ല, നിലാവില്ല, സമയവുമില്ല. അതുകൊണ്ട് ഊർജ്ജം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. ഭാരതീയ പാരമ്പര്യങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ കാണും, മുടി സൗന്ദര്യത്തിന്റെ വിഷയം മാത്രമല്ല, മറിച്ച് ആത്മീയ ഊർജ്ജം, സുരക്ഷ, ബഹുമാനം, ശക്തി എന്നിവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. പുരാതന ഭാരതത്തിലെ ദേവിമാരുടെ മുടി എപ്പോഴും നീളമുള്ളതായി കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ, പുരാതന ഗ്രന്ഥങ്ങൾ എല്ലായിടത്തും ദേവിമാരുടെ മുടി അസാധാരണമാംവിധം നീളമുള്ളതും ഇടതൂർന്നതും ഒഴുകിക്കിടക്കുന്നതുമായാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു യാദൃച്ഛികതയല്ല. ഭാരതീയ ദർശനത്തിൽ നീളമുള്ള മുടി എന്നാൽ അപാരമായ ശക്തി എന്നാണ് അർത്ഥം. ദേവി കാളിയുടെ മുടി അഴിച്ചിട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? കാരണം അവരുടെ മുടി അവരുടെ അമരമായ കോപ ഊർജ്ജത്തിന്റെ പ്രതീകമായിരുന്നു. ആ മുടിയുടെ ഓരോ ഇഴയും അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ശക്തിയായി കണക്കാക്കപ്പെടുന്നു. ദേവി ദുർഗയുടെ മുടി നീളമുള്ളതും തിളക്കമുള്ളതും എന്തുകൊണ്ട്? അവർ തേജസ്, സന്തുലിതാവസ്ഥ, വീര്യം എന്നിവയുടെ പ്രതീകമായതുകൊണ്ട്. ദേവി സരസ്വതിയുടെ മുടി അത്യന്തം ശാന്തവും മൃദുലവുമായി കാണിക്കുന്നത് എന്തുകൊണ്ട്? കാരണം ഇവിടെ മുടി ജ്ഞാന ഊർജ്ജത്തിന്റെ വാഹകനാണ്. ഇത് വെറും കലയായിരുന്നില്ല, ആ കാലത്തെ ഊർജ്ജശാസ്ത്രമായിരുന്നു. മുടി എത്ര നീളമുള്ളതാണോ അത്രയധികം നാഡീബിന്ദുക്കൾ സജീവമാകുന്നു. ആയുർവേദത്തിൽ 72,000 നാഡികൾ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ അത്ഭുതകരമായ കാര്യമെന്തെന്നാൽ തലയിൽ ഏകദേശം 1000-ത്തിലധികം നാഡീബിന്ദുക്കളുണ്ട്. അവ നേരിട്ട് മുടിയുടെ രോമകൂപങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുടി വളരുന്തോറും ഈ നാഡീബിന്ദുക്കൾ കൂടുതൽ സജീവമാകുന്നു. ഇതിനർത്ഥം ഓർമ്മശക്തി കൂടുന്നു, മനസ്സ് ശാന്തമാകുന്നു, ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നു, ക്രിയേറ്റിവിറ്റി കൂടുന്നു, വികാരങ്ങൾ ആഴമുള്ളതാകുന്നു. ഏറ്റവും പ്രധാനമായി ഊർജ്ജവലയവും ഓറയും ശക്തമാകുന്നു. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം പണ്ട് സ്ത്രീകളെ വീടിന്റെ ശക്തി എന്ന് വിളിച്ചിരുന്നത്. കാരണം അവരുടെ ഊർജ്ജം വീടിന്റെ അന്തരീക്ഷത്തെ മുഴുവൻ സ്വാധീനിച്ചിരുന്നു. സ്ത്രീയുടെ കണ്ണുനീർ അവളുടെ മുടിയിൽ വീണാൽ അത് ശാപമായി മാറുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? പല ഗ്രാമീണ പാരമ്പര്യങ്ങളിലും താന്ത്രിക ഗ്രന്ഥങ്ങളിലും നാടോടി കഥകളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് മുത്തശ്ശിമാർ പറയുമായിരുന്നു, കരയുമ്പോൾ മുടി അഴിച്ചിടരുത് എന്ന്. എന്തുകൊണ്ട്? കാരണം ഒരു സ്ത്രീ വൈകാരികമായി തകർന്നു പോകുമ്പോൾ അവളുടെ കണ്ണുനീരിൽ അസാധാരണമായ ഒരുതരം ഊർജ്ജമുണ്ടാകും. അത് മുടിയിൽ വീണ് അവിടെ തങ്ങി നിൽക്കും. പലയിടത്തും വിശ്വസിക്കപ്പെടുന്നു, ഒരു സ്ത്രീ കണ്ണീരോടെ മുടി അഴിച്ചിട്ടാൽ അവളുടെ ഊർജ്ജം എത്രത്തോളം ശക്തമാകുമെന്നാൽ ആ വീട്ടിൽ അനിഷ്ട സംഭവങ്ങളോ തർക്കങ്ങളോ രോഗങ്ങളോ വരെ വരാം. ഇതൊരു അന്ധവിശ്വാസമായിരുന്നില്ല, മനുഷ്യ ഊർജ്ജത്തിന്റെ ആഴം മനസ്സിലാക്കിയ ശാസ്ത്രമായിരുന്നു. പഴയകാലത്തെ സ്ത്രീകൾ മുടി കഴുകാൻ പുഴയിൽ പോയിരുന്നതെന്തുകൊണ്ട്? ഇന്ന് അതൊരു ആചാരമായി മാത്രം കാണുന്നു. എന്നാൽ ഇതിന് പിന്നിൽ വളരെ ആഴമേറിയ ഒരു കാരണമുണ്ട്. പുഴയിലെ വെള്ളം ഒരു നാച്ചുറൽ എനർജി റീസെറ്റാണ്. പുഴയിലെ ഒഴുക്കിന് പോസിറ്റീവും നെഗറ്റീവുമായ ഊർജ്ജങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. സ്ത്രീകൾ പുഴയിൽ മുടി കഴുകുമ്പോൾ അവരുടെ മുടിയിൽ അടിഞ്ഞുകൂടിയ പഴയ ഊർജ്ജം, ദുഃഖം, സമ്മർദ്ദം, ഭയം എല്ലാം ഒഴുക്കിനൊപ്പം പോയിരുന്നു. അതുകൊണ്ടാണ് പുഴയിൽ കഴുകിയ മുടിക്ക് ഒരിക്കലും ഭാരം തോന്നാത്തത് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ക്ലോറിൻ കലർന്ന പൈപ്പ് വെള്ളത്തിൽ മുടി കഴുകി അതേ ഉന്മേഷം കിട്ടുമെന്ന് കരുതുന്നു. എന്നാൽ ആ വെള്ളത്തിൽ ജീവശക്തിയോ പ്രാണനോ ഇല്ല. മുറിച്ച മുടി സ്ത്രീകൾ ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ പാരമ്പര്യം ഇന്നും പലയിടത്തുമുണ്ട്. മുറിച്ച മുടി വീട്ടിൽ കൊണ്ടുവരുന്നത് അശുഭമായി കണക്കാക്കുന്നു. യഥാർത്ഥ കാരണം മുറിച്ച മുടിയിൽ പഴയ ഊർജ്ജവലയം കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ്. അത് വീട്ടിലിരുന്നാൽ ക്രമേണ വീടിന്റെ ഊർജ്ജത്തെ ഭാരമുള്ളതാക്കുന്നു. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞിരുന്നത്, മുറിച്ച മുടി അഗ്നിക്കോ അല്ലെങ്കിൽ പുഴയ്ക്കോ സമർപ്പിക്കണമെന്ന്. ഇതൊരു ശുദ്ധീകരണമായിരുന്നു, ഒരു എനർജി റീസെറ്റ്. പ്രസവശേഷം സ്ത്രീകൾ ദീർഘകാലത്തേക്ക് മുടി മുറിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ട്? കാരണം പ്രസവസമയത്ത് സ്ത്രീയുടെ ഊർജ്ജം വളരെ സെൻസിറ്റീവായിരിക്കും. ഈ സമയത്ത് മുടി മുറിച്ചാൽ അവളുടെ ജീവശക്തി കുറയാം, ഓറ ചുരുങ്ങാം, വൈകാരികമായ മാറ്റങ്ങൾ പെട്ടെന്ന് ബാധിക്കാം. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം പറയുന്നത്, മുടി നിലനിർത്തൂ, ശക്തി വീണ്ടും സംഭരിക്കപ്പെടട്ടെ എന്ന്. ഇത് ശരീരത്തെ ഹീൽ ചെയ്യാനുള്ള വഴിയായിരുന്നു. പഴയകാലത്തെ മാന്ത്രികർ സ്ത്രീകളുടെ മുടിയെ ഭയന്നിരുന്നത് എന്തുകൊണ്ട്? ഈ ഭാഗം ആഴമേറിയതാണ്, എന്നാൽ ഭാരതീയ ചരിത്രത്തിൽ പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്.
പല താന്ത്രികരും സാധകരും സ്ത്രീകളുടെ നീളമുള്ള മുടിയെ എനർജി ആംപ്ലിഫയറായി കണ്ടിരുന്നു. കാമമായാലും കോപമായാലും അനുഗ്രഹമായാലും ശാപമായാലും ആഗ്രഹമായാലും ഒരു സ്ത്രീയുടെ മുടി നീളമുള്ളതാണെങ്കിൽ അവളുടെ മാനസിക തരംഗങ്ങൾ വളരെ ദൂരം വരെ സ്വാധീനം ചെലുത്തുമെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് പല മാന്ത്രികരും നീളമുള്ള മുടിയുള്ള സ്ത്രീകളെ ഭയന്നിരുന്നത്. കാരണം സ്ത്രീയുടെ മുടിയിൽ ദേവിമാർ വസിക്കുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. ഇത് വെറുമൊരു പ്രതീകമല്ല, ഊർജ്ജശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. വിവാഹശേഷം സ്ത്രീയുടെ മുടി പ്രത്യേക രീതിയിൽ അലങ്കരിക്കുന്നത് എന്തുകൊണ്ട്? വിവാഹം വെറും ശരീരങ്ങളുടെ ഒത്തുചേരലല്ല, ഊർജ്ജങ്ങളുടെ ഒത്തുചേരലായിരുന്നു. ഒരു സ്ത്രീ വിവാഹിതയാകുമ്പോൾ അവളുടെ ജീവ ഊർജ്ജം ഒരു പുതിയ വീടുമായും പുതിയ അന്തരീക്ഷവുമായും പുതിയ ബന്ധങ്ങളുമായും ചേരുന്നു. അതുകൊണ്ട് വിവാഹശേഷം മുടി ഒരു പ്രത്യേക ഘടനയിൽ കെട്ടിവെക്കുമായിരുന്നു. ഇതിനെ സൂത്രം എന്ന് വിളിച്ചിരുന്നു. പുതിയ ബന്ധങ്ങൾക്ക് ഊർജ്ജം നൽകുക, സംരക്ഷണം നൽകുക, നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്ന് രക്ഷിക്കുക, വികാരങ്ങളെ സ്ഥിരമാക്കുക, ചിന്തകളെ സന്തുലിതമാക്കുക, ഇതൊക്കെയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഇന്ന് ഇതൊരു ഫാഷനായി മാറിയെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പൂർണ്ണമായും മനഃശാസ്ത്രപരവും ആത്മീയവുമായ ഒരു വിദ്യയായിരുന്നു. പണ്ട് സ്ത്രീകൾ മുടി ദിവസത്തിൽ 2 തവണ മാത്രം ചീകിയിരുന്നത് എന്തുകൊണ്ട്? കാരണം മുടി ചീകുന്നതും ഒരു തരം ഊർജ്ജസന്തുലന ക്രിയ ആയിരുന്നു. ചീപ്പ് മുടിയിൽ തൊടുമ്പോൾ തലയോട്ടിയിലെ നാഡീബിന്ദുക്കൾ ഉണരുന്നു. എന്നാൽ ഇത് അമിതമായി ചെയ്താൽ ഊർജ്ജം അസന്തുലിതമായേക്കാം. ഇത് അസ്വസ്ഥത, ദേഷ്യം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രാചീന അറിവ് പറയുന്നു, രാവിലെ മുടി ചീകുന്നത് ഊർജ്ജത്തെ ഉണർത്തുന്നു, വൈകുന്നേരം ചീകുന്നത് ഊർജ്ജത്തെ ശാന്തമാക്കുന്നു. 2 തവണ മാത്രം ജീവിതം സന്തുലിതമായിരിക്കും. രാത്രിയിൽ മുടി നനച്ചിടുന്നത് നിരോധിച്ചിരുന്നത് എന്തുകൊണ്ട്? ഇത് പനി പിടിക്കും എന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല. നനഞ്ഞ മുടി എന്നാൽ ഊർജ്ജം പൂർണ്ണമായും തുറന്നിരിക്കുന്നു എന്നർത്ഥം. നാഡികളിൽ താപനില കുറവായിരിക്കും, ഓറ ദുർബലമായിരിക്കും, മനസ്സ് സെൻസിറ്റീവായിരിക്കും. ഈ സമയത്ത് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തയോ വികാരമോ മനസ്സിൽ വന്നാൽ അത് മുടിയിൽ ആഴത്തിൽ പതിയുന്നു. അതുകൊണ്ടാണ് രാത്രിയിൽ മുടി ഉണക്കി ഉറങ്ങണം എന്ന് പറഞ്ഞിരുന്നത്. ഇതൊരു ഊർജ്ജ സംരക്ഷണ മാർഗമായിരുന്നു. പഴയകാലത്ത് ഭർത്താവിന് ഭാര്യയുടെ മുടി ചീകിക്കൊടുക്കാൻ അനുവാദമില്ലാതിരുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പലയിടത്തും ഇന്നും ഇത് വിശ്വസിക്കപ്പെടുന്നു. ഭാര്യയുടെ മുടിയിൽ അവളുടെ ആത്മാവിന്റെ കഥയുണ്ടെന്നും ഭർത്താവ് വൈകാരികമായ അവസ്ഥയിൽ അവളുടെ മുടിയിൽ തൊട്ടാൽ അവൻ വൈകാരികമായി അമിതമായി ബന്ധിക്കപ്പെടുകയും അത് അവന്റെ മാനസിക സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഇന്നിത് വിചിത്രമായി തോന്നാം. എന്നാൽ പല സമുദായങ്ങളിലും മുടി തൊടുന്നത് ആഴമേറിയതും ഗൗരവമുള്ളതും പവിത്രവുമായ ഒരു ബന്ധമായി കണക്കാക്കിയിരുന്നു. ഇനി വരുന്നു പുരാതന ഭാരതത്തിലെ ഏറ്റവും വലിയ ഹെയർ സീക്രട്ട്, ലോകത്തിന് ഇന്നും അറിയാത്ത കാര്യം. ഇത് കേട്ട് പലരും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഭാരതീയ സ്ത്രീകൾ തങ്ങളുടെ മുടിയിൽ ഊർജ്ജസഞ്ചാരത്തിനായി ഒരു പ്രത്യേക പ്രക്രിയ ചെയ്തിരുന്നു. ഇതിനെ ചക്രകേശ സാധന എന്ന് വിളിക്കുന്നു. ഈ സാധന 3 കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു: ചന്ദ്രൻ, വെള്ളം, മന്ത്രം, ശബ്ദം. ഒരു സ്ത്രീ പൗർണമി നാളിലെ നിലാവത്തിരുന്ന് മുടി ചീകുമ്പോൾ അവളുടെ മുടിയിൽ ഒരുതരം കാന്തിക ഊർജ്ജം ഉണരുമായിരുന്നു. പലയിടത്തും ഇതിനെ കേശ തേജസ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ സാധന എത്ര ശക്തമായിരുന്നുവെന്നാൽ ഓർമ്മശക്തി കൂടും, നെഗറ്റീവ് ഊർജ്ജം മാറും, ഓറ വളരെ തിളക്കമുള്ളതാകും, മനസ്സ് ശാന്തവും സ്ഥിരവുമാകും, സ്ത്രീയുടെ തേജസ് വർദ്ധിക്കും. ഏറ്റവും അത്ഭുതകരമായ കാര്യം, അവളുടെ സാന്നിധ്യം മുറിയിലെ അന്തരീക്ഷം തന്നെ മാറ്റിമറിക്കും. ഈ സാധന ഇന്ന് ഏകദേശം പൂർണ്ണമായും നഷ്ടപ്പെട്ടുപോയി. എന്നാൽ ഇതിന്റെ സൂചനകൾ ഇന്നും പല ഗ്രന്ഥങ്ങളിലും ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇതുവരെയുള്ള രഹസ്യങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെ കമന്റിൽ "ഞാൻ ഉണർന്നിരിക്കുന്നു" എന്നെഴുതുക. ഒരുപക്ഷേ ഇതുകൊണ്ടായിരിക്കാം പുരാതന ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം മുടി സൗന്ദര്യത്തിന്റെ ആഭരണം മാത്രമല്ല, മറിച്ച് ഗുപ്തമായ ശക്തിയായും ഒരുതരം ആയുധമായും പലപ്പോഴും ആത്മീയ തിരിച്ചറിയലായും കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ യഥാർത്ഥ രഹസ്യം ഇനിയും ബാക്കിയാണ്. ചില കുലങ്ങൾ, ചില ആശ്രമങ്ങൾ, ചില സാധ്വികൾ മാത്രം ചെയ്തിരുന്ന രഹസ്യമായ ഹെയർ റിയൂവലുകൾ, സാധാരണക്കാരിലേക്ക് ഒരിക്കലും എത്താൻ അനുവദിക്കാത്ത അപൂർവമായ അറിവുകൾ. പുസ്തകങ്ങളിലോ യൂട്യൂബിലോ ഔദ്യോഗിക ഗ്രന്ഥങ്ങളിലോ ഇല്ലാത്ത വാമൊഴി പാരമ്പര്യങ്ങളിലും നാടോടിക്കഥകളിലും താന്ത്രിക അറിവുകളിലും നാഡീശാസ്ത്രത്തിലും ചിതറിക്കിടക്കുന്ന ആ രഹസ്യം ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നു. ഭാരതത്തിലെ ഏറ്റവും വലിയ രഹസ്യം കേശശക്തി ജാഗരൺ വിധി. ഈ വിധി 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്: കേശസ്മരണം, കേശസഞ്ചാരം, കേശമോക്ഷം. ഇത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സാധനയായിരുന്നു. കാരണം സ്ത്രീ ഊർജ്ജത്തിന് മാത്രമേ ഈ പ്രക്രിയയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയൂ. 1. കേശസ്മരണം, യാതുകളുടെ ഉണർവ്. പണ്ട് പറഞ്ഞിരുന്നു, സ്ത്രീയുടെ മുടി അവളുടെ ജീവിതത്തിലെ ഓർമ്മകളെ പിടിച്ചു നിർത്തുന്നുവെന്ന്. അവൾ എത്ര സന്തോഷം കണ്ടു, എത്ര ദുഃഖം, എത്ര തിരിവുകൾ, ഇതെല്ലാം മുടിയുടെ ഊർജ്ജത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും.
ഒരു സ്ത്രീ ഗാഢമായ ധ്യാനത്തിൽ പോയി തന്റെ മുടിയിൽ സ്പർശിക്കുമ്പോൾ അവൾക്ക് തന്റെ ഉള്ളിലെ പഴയ വികാരങ്ങളെ അൺലോക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇത് വെറുമൊരു ആത്മീയ പ്രക്രിയയല്ല. ഇന്നത്തെ ന്യൂറോ സയൻസ് അനുസരിച്ച് തലയോട്ടിയിലെ ഉത്തേജനം മെമ്മറി റീകോൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പുരാതന ഭാരതം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇത് അറിഞ്ഞിരുന്നു. 2. കേശസഞ്ചാരം, ഊർജ്ജമൊഴുക്കൽ. തിരഞ്ഞെടുത്ത സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന ഭാഗമാണിത്. രാത്രിയിൽ ചന്ദ്രൻ 60 ഡിഗ്രി കോണിൽ വരുമ്പോൾ സ്ത്രീകൾ 108 തവണ മുടി ചീകുമായിരുന്നു. എന്തുകൊണ്ട് 108? കാരണം മുടിയിൽ 108 മൈക്രോ എനർജി ലൈനുകളുണ്ട്. അവ നേരിട്ട് ക്രൗൺ ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ സജീവമാകുമ്പോൾ സ്ത്രീയുടെ ഉള്ളിൽ ഒരു നേരിയ കമ്പനമുണ്ടാകുന്നു. ഈ കമ്പനം സമ്മർദ്ദത്തെ പുറന്തള്ളുന്നു, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെ മോചിപ്പിക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു, ഓറയെ വർദ്ധിപ്പിക്കുന്നു. പല പുരാതന കുടുംബങ്ങളും ഇതിനെ ദേവീ ജാഗരണ പ്രക്രിയയായി കണക്കാക്കിയിരുന്നു. 3. കേശമോക്ഷം, മുടിയുടെ ത്യാഗം. ഏറ്റവും ആഴമേറിയതും രഹസ്യവുമായ ഘട്ടം. ഒരു സ്ത്രീ വലിയൊരു പ്രതിസന്ധിയിലോ കഷ്ടപ്പാടിലോ ജീവിതമാറ്റത്തിലോ കടന്നുപോകുമ്പോൾ അവളുടെ മുടി ആ വൈകാരിക ഭാരത്തെ പിടിച്ചു നിർത്തുന്നു. അതിനാൽ ചില സംസ്കാരങ്ങളിൽ സ്ത്രീകൾ തങ്ങളുടെ മുടിയുടെ ഒരു ചെറിയ ഭാഗം മുറിച്ച് പുഴയിൽ ഒഴുക്കിയിരുന്നു. വികാരങ്ങളെ മോചിപ്പിക്കുന്നതിനുള്ള ത്യാഗമായിരുന്നു അത്. പുഴ എന്നത് ഉപേക്ഷിക്കലിന്റെയും ഒഴുക്കിന്റെയും ഹീലിംഗിന്റെയും പ്രതീകമായിരുന്നു. ഈ പ്രക്രിയയെയാണ് കേശമോക്ഷം എന്ന് വിളിച്ചിരുന്നത്. ദേവിയുടെ മുടിയിൽ സംസാരം വസിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് പലരും ചിരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു കോഡായിരുന്നു. സ്ത്രീയുടെ മുടിക്ക് 2 പ്രത്യേക ഗുണങ്ങളുണ്ട്. 1. മെന്റൽ എനർജി ആംപ്ലിഫിക്കേഷൻ. സ്ത്രീകൾ സെൻസിറ്റീവാണ്. ഇതിന് കാരണം ഹോർമോണുകൾ മാത്രമല്ല, അവരുടെ ക്രൗൺ എനർജിയാണ്. നീളമുള്ള മുടി മാനസിക തരംഗങ്ങളെ പല മടങ്ങായി വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ കൂടുതൽ ആഴമുള്ളതാകുന്നു, വികാരങ്ങൾ കൂടുതൽ ഫലപ്രദമാകുന്നു, ഇൻഡ്യൂഷൻ മൂർച്ചയുള്ളതാകുന്നു, അനുഗ്രഹങ്ങൾ ആഴമുള്ളതാകുന്നു, അവരുടെ കോപം വിനാശകരമാകുന്നു. ഈ ആംപ്ലിഫൈ പവറിനെയാണ് ദേവിയുടെ മുടിയിൽ സംസാരം വസിക്കുന്നു എന്ന് പറയുന്നത്. 2. ബന്ധങ്ങളുടെ ഊർജ്ജം വലിച്ചെടുക്കൽ. സ്ത്രീകൾക്ക് ബന്ധങ്ങളെ അനുഭവിക്കാൻ കൂടുതൽ കഴിവുണ്ട്. കാരണം അവരുടെ മുടി മറ്റുള്ളവരുടെ ഊർജ്ജത്തെ വലിച്ചെടുക്കുന്നു. പല സ്ത്രീകളും ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാരണം അവരുടെ മുടി അവിടുത്തെ ഊർജ്ജത്തെ പിടിച്ചെടുക്കുന്നു. അതുകൊണ്ട് പഴയകാലത്ത് സ്ത്രീകൾ മുടിയിൽ ഗ്രാമ്പു, കർപ്പൂരം, ചന്ദനം, മഞ്ഞൾ, എള്ള് എന്നിവ വയ്ക്കുമായിരുന്നു. ഇവ നാച്ചുറൽ ഓറ പ്രൊട്ടക്ടറുകൾ ആയിരുന്നു. ഇന്ന് ഇതെല്ലാം അപ്രത്യക്ഷമായി. പല ഭാരതീയ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ മുടി അഴിച്ചിട്ട് പ്രവേശിക്കുന്നത് വിലക്കിയിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന്റെ കാരണം സദാചാരമല്ല. യഥാർത്ഥ കാരണം അഴിച്ചിട്ട മുടി ഊർജ്ജത്തെ അമിതമായി ആകർഷിക്കുന്നു എന്നതാണ്. മന്ത്രശക്തിയും ഭക്തരുടെ വികാരങ്ങളും സാധകരുടെ ഊർജ്ജവും അന്തരീക്ഷത്തിലെ വൈബ്രേഷനുമെല്ലാം ഒരിടത്ത് ചേരുന്ന ക്ഷേത്രത്തിൽ അഴിച്ചിട്ട മുടി പലതരം ഊർജ്ജങ്ങളെ വലിച്ചെടുക്കുന്നു. ഇത് സ്ത്രീയുടെ ഓറയെ ഓവർലോഡ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ മുടി കെട്ടിവെക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും അപൂർവമായ പാരമ്പര്യം ദേവിയുടെ മുടിയുടെ വചനം. പല ദക്ഷിണേന്ത്യൻ പാരമ്പര്യങ്ങളിലും ഒരു നിഗൂഢമായ ആചാരമുണ്ട്. സ്ത്രീകൾ എന്തെങ്കിലും ആഗ്രഹം നടക്കാൻ വേണ്ടി ഒരു നൂല് മധുരത്തോടൊപ്പം സ്വന്തം മുടിയിൽ കെട്ടി ദേവിക്ക് സമർപ്പിക്കുന്നു. ഇത് വെറും പ്രതീകാത്മകമല്ല. മുടി എവിടെ പോകുന്നുവോ അവിടെ ആഗ്രഹം തീർച്ചയായും എത്തുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? കാരണം മുടി മനസ്സിന്റെ വിപുലീകരണമാണ്. മനസ്സിന്റെ തരംഗങ്ങൾ മുടിയിലൂടെ കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നു. ഹെയർ ഫോളിക്കിളുകളിൽ അതിസൂക്ഷ്മമായ ബയോസിഗ്നൽ സിസ്റ്റമുണ്ടെന്ന് ഇന്ന് ശാസ്ത്രവും സമ്മതിക്കുന്നു. എന്നാൽ ഭാരതം ഇത് പണ്ടേ അറിഞ്ഞിരുന്നു. രാത്രിയിൽ കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്നത് സ്ത്രീകളെ വിലക്കിയതെന്തുകൊണ്ട്? ലോകത്തിലെ തന്നെ ഏറ്റവും രസകരവും ഭയപ്പെടുത്തുന്നതുമായ വിശ്വാസങ്ങളിൽ ഒന്നാണിത്. രാത്രിയിൽ വെളിച്ചം കുറയുമ്പോൾ തലച്ചോറ് തീറ്റ അവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ ഉപബോധ മനസ്സ് സജീവമാകുന്നു. ഈ അവസ്ഥയിൽ മുടിയിൽ കുടുങ്ങിക്കിടക്കുന്ന വികാരങ്ങൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിലൂടെ ഇരട്ടിയാകാം. ദുഃഖത്തിലിരുന്ന് മുടി ചീകിയാൽ ദുഃഖം കൂടും. ദേഷ്യത്തിലിരുന്ന് ചീകിയാൽ ബന്ധങ്ങൾ വഷളാകും. പേടിയോടെ ചീകിയാൽ ദുസ്വപ്നങ്ങൾ വരാം. അതുകൊണ്ട് രാത്രിയിൽ മുടി ചീകുന്നത് ഊർജ്ജശാസ്ത്രപ്രകാരം ഹാനികരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഭാരതത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഹെയർ റിയൂവൽ അർദ്ധരാത്രി കേശധ്യാനം. ചില കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന വിദ്യയാണിത്. ഒരു സ്ത്രീക്ക് തന്റെ മുടികൊണ്ട് ലോകത്തിന്റെ പകുതിയെ ഹീൽ ചെയ്യാൻ കഴിയുമെന്ന് പറയപ്പെടുന്നത്ര ശക്തമായ ഒന്നാണിത്. വിധി ഇതാണ്: പാതിരാത്രി നിശബ്ദത, മേഘങ്ങൾക്കിടയിൽ തെളിയുന്ന ചന്ദ്രൻ, അഴിച്ചിട്ട മുടി, ശാന്തമായ മനസ്സ്, 21 ദീർഘശ്വാസങ്ങൾ, മുടിയിൽ മെല്ലെ 3 തവണ സ്പർശിക്കുക. ഈ ധ്യാനത്തിന് ശേഷം സ്ത്രീയുടെ ഉള്ളിൽ വലിയൊരു തേജസ് ഉണ്ടാകുമെന്നും അടുത്ത ദിവസം അവളുടെ മുഖം ദേവീ തേജസ്സോടെ തിളങ്ങുമെന്നും പറയപ്പെടുന്നു. ഇത് മനസ്സ്, ഊർജ്ജം, നാഡീശാസ്ത്രം എന്നിവയുടെ ഏറ്റവും ശക്തമായ മിശ്രിതമായിരുന്നു. നീളമുള്ള മുടിയുള്ള സ്ത്രീയുടെ അനുഗ്രഹത്തിൽ ബ്രഹ്മാവിന്റെ ശക്തിയുണ്ടെന്ന് പറയുന്നതെന്തുകൊണ്ട്? കാരണം മുടി അനുഗ്രഹങ്ങളെ ആംപ്ലിഫൈ ചെയ്യുന്നു.
ഒരു സ്ത്രീ ആർക്കെങ്കിലും അനുഗ്രഹം നൽകുമ്പോൾ അവളുടെ ഊർജം തലയിൽ നിന്ന് പുറപ്പെട്ട് മുടിയിലൂടെ മുന്നോട്ടു പോകുന്നു. അതുകൊണ്ടാണ് അമ്മയുടെ പ്രാർത്ഥനയും സ്ത്രീയുടെ അനുഗ്രഹവും ഒരിക്കലും വെറുതെയാകില്ല എന്ന് പുരാതന ഭാരതത്തിൽ പറഞ്ഞിരുന്നത്. കാരണം അവർക്ക് മുടിയുടെ ഊർജമുണ്ട്. മുടിയും കർമ്മവും ഭാരതത്തിലെ ഏറ്റവും രഹസ്യമായ ആത്മീയ തത്വം. ഈ തത്വം പറയുന്നു, മുടിയിൽ മുൻജന്മകർമ്മങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ആരുടെ മുടിയാണോ വളരെ വേഗത്തിൽ വളരുന്നത്, ശക്തമായത്, ഇടതൂർന്നത്, അവരുടെ ഊർജം സ്ഥിരമായിരിക്കും, മനസ്സ് അച്ചടക്കമുള്ളതായിരിക്കും. മുൻജന്മങ്ങളിൽ അവരുടെ കർമ്മങ്ങൾ സന്തുലിതമായിരിക്കും. മുടി മെലിഞ്ഞതും പൊട്ടിപ്പോകുന്നതും വരണ്ടതും ദുർബലവുമായവരുടെ എനർജി നോഡുകൾ കൂടുതലായിരിക്കും. ഇത് പഴയകാലത്തെ വൈകാരിക സമ്മർദ്ദം കാരണമാണ്. അതുകൊണ്ട് ആയുർവേദം പറയുന്നു, മുടിയെ ശരിയാക്കൂ, ജീവിതം ശരിയാകും. ഇത് വെറും ആരോഗ്യമല്ല, മുഴുവൻ ഊർജ്ജ സംവിധാനത്തിന്റെയും റീബൂട്ടായിരുന്നു. ഭാരതീയ സ്ത്രീകളുടെ നീളമുള്ള മുടിയുടെ അവസാനത്തെ രഹസ്യം, അതെ, കേൾക്കുന്നവർ ശരിക്കും ഞെട്ടിപ്പോകുന്ന ആ രഹസ്യം. നീളമുള്ള മുടിയെന്നത് സ്ത്രീയെ ദേവിക്കും മനുഷ്യനും ഇടയിൽ നിർത്തുന്ന ഒന്നാണ്. ദേവിയുടെ മുടി ദൈവീകതയുടെ പ്രതീകം, രാജ്ഞിയുടേത് ബഹുമാനത്തിന്റെ പ്രതീകം, ഭാര്യയുടേത് സ്നേഹത്തിന്റെ പ്രതീകം, അമ്മയുടേത് സുരക്ഷയുടെ പ്രതീകം, സാധ്വിയുടേത് ത്യാഗത്തിന്റെ പ്രതീകം, ഒരു പെൺകുട്ടിയുടേത് ഭാവിയുടെ പ്രതീകം. പുരാതന ഭാരതം സ്ത്രീയുടെ മുടിയെ അവളുടെ ശക്തിയുടെ കേന്ദ്രമായി കണ്ടിരുന്നു. അതുകൊണ്ട് ഇന്നും ഒരു സ്ത്രീയുടെ നീളമുള്ള ഇടതൂർന്ന മുടി കാറ്റിൽ പറക്കുന്നത് കാണുമ്പോൾ ആളുകൾ കാണുന്നത് വെറും സൗന്ദര്യമല്ല, അവളുടെ ഉള്ളിലെ ശക്തി, ഊർജം, ചരിത്രം, ഓർമ്മ, പ്രപഞ്ചവുമായുള്ള ബന്ധം എന്നിവയാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കാം മുടിയുടെ രഹസ്യം ഇന്നും ചുരുളഴിയാതെ കിടക്കുന്നത്. കാരണം ഇത് ശരീരത്തിന്റെ ഭാഗം മാത്രമല്ല, ആത്മാവിന്റെ വിപുലീകരണമാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തിരിച്ചറിവുണ്ടായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം രഹസ്യമായ, ആരും പറയാത്ത ചിന്തകളെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ ഇനിയും കാണാൻ അത് സഹായിക്കും. താഴെ കമന്റിൽ ഞാൻ ഉണർന്നിരിക്കുന്നു എന്നെഴുതുക. നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കൂടാതെ ഈ സത്യം അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.